നമ്മുടെ ചർച്ചകളെല്ലാം ഇൻഡസ്ട്രി ലിങ്കേജും ഒക്കെ പറയുമ്പോൾ നമ്മൾ കോളേജുകളെ കുറിച്ച് മാത്രമാണ്. ഞാൻ സ്കൂളിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. കുറെ കൂടി ഞാൻ അംഗൻവാടികളെ കുറിച്ച് പറയും. വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്നൊരു കാര്യം. ഇത്രയും കാലമായിട്ടും നമ്മുടെ കുട്ടികളുടെ അഭിരുചി എന്താണ്? അവരുടെ ലേറ്റന്റ് ഇൻക്ലിനേഷൻ എന്താണ്? നിങ്ങളുടെ എത്തുന്ന ഏത് കുട്ടിയോടും ചോദിക്കൂ, എന്തുകൊണ്ടാണ് അവർ ബിടെക് എടുത്തത്? അവരെന്തുകൊണ്ടാണ് MBA എടുത്തത്? ഞാൻ എന്തുകൊണ്ടാണ് MLA ആയത്? ശ്രീ അരുൺകുമാർ എങ്ങനെ മീഡിയ പ്രവർത്തകനായി? നമ്മുടെ ഉള്ളിലുള്ള അറിയാതെ നമ്മളിൽ ലേറ്റന്റായ അന്തർലീനമായ അഭിരുചികളെ കണ്ടെത്താനുള്ള മാർഗം സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാകും. എന്റെ മണ്ഡലത്തിലെ കീക്കുഴൂർ UPSൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പോരുമ്പോൾ നിരത്തി വെച്ചിരിക്കുന്ന ആധുനിക വാഹനങ്ങളുടെ കാർഡ്ബോർഡ് മാതൃക കണ്ടു. ഞാൻ ഏത് കുട്ടിയാണ് ചെയ്തത് അന്വേഷിച്ചപ്പോൾ ഒരു 4ാം ക്ലാസ്സുകാരൻ, അഭിനവ് എന്നാണ് പേര്, അഭിനവ് അജികുമാർ, വിരലുകളിൽ മാന്ത്രികതയുള്ള കുട്ടി എന്നാണ് ഞാൻ അവനെ വിശേഷിപ്പിച്ചത്. ആ കുട്ടിയെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ കൊണ്ടുപോയാൽ എത്ര വലിയൊരു പ്രതിഭയായിരിക്കും നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ കൂടി ശാസ്ത്രീയമായി കണ്ടെത്തി, അഭിരുചികൾ കണ്ടെത്തി, ആ അഭിരുചികളിൽ നിന്ന് സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത ഇന്നത്തെ സ്കിൽ അല്ല നാളത്തെ സ്കിൽ. ഇന്ന് ആ കുട്ടിക്ക് ലഭിക്കുന്ന സ്കിൽ 5 വർഷം കഴിഞ്ഞെന്നല്ല, ഇന്ന് രാവിലത്തെ സ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം പോലും അപ്സ്കില്ലിംഗ് വേണ്ടി വരും. അങ്ങനെ എത്താൻ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റം കേരളത്തിനുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ടത് പ്രിയപ്പെട്ട സഫീർ സ്കൂളുകളിൽ നിന്നാണ് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങേ റാന്നിയിലെ സ്കൂളുകളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങ് റാന്നിയിലേക്ക് വരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ കോന്നിയെ ഉപേക്ഷിച്ച് പറയല്ല, പത്തനംതിട്ടയെ മൊത്തം എടുക്കുമ്പോഴും അത് പറയുക എന്നതിന്റെ ഉത്തരവാദിത്തമാണ്. നോളജ് വില്ലേജ് എന്ന പദ്ധതിയിൽ ഒരു അക്കാഡമിക് പാർട്ണറായി ചാൾറോപ്പിനെ ക്ഷണിച്ചുകൊണ്ട് റിപ്പോർട്ടർ പോലുള്ള ചാനലിന്റെ പിന്തുണയും ആ ശ്രമങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ മാറ്റാൻ ഇത് സഹായിക്കട്ടെ. വിപ്ലവം എന്ന വാക്ക് ശരിയായും തെറ്റായും ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. വിപ്ലവം എന്നാൽ പ്രതിരോധവും കലാപങ്ങളും സമരങ്ങളും തീക്ഷ്ണമായ ജനമുന്നേറ്റവും മാത്രമല്ല, ജീവിക്കുന്ന കാലത്തിന്റെ ഏത് വ്യവഹാരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം, അതിനെ ഉടച്ചു വാർക്കാൻ കഴിയുന്ന ഏത് മാറ്റവും വിപ്ലവമാണ്. അത്തരമൊരു വൈജ്ഞാനിക വിപ്ലവത്തിന് ഈ കോൺക്ലേവ് സഹായിക്കും ഞാൻ കരുതുന്നു.